എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മാർക്കറ്റിലൊക്കെ 1000 രൂപയ്ക്കുള്ളിൽ ഒരുപാട് TWS ഇയർബഡ്സൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസും ലോക്കലായിട്ടുള്ള ഇയർബഡ്സും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഈ അടുത്ത് നോയ്സ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള TWSനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നോയ്സ് N1 എന്ന് പറഞ്ഞിട്ടുള്ള ഇയർബഡ്സ് ആണ് ഇപ്പോൾ നോയ്സ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നോയ്സ് ഇയർബഡ്സിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ടെന്നും ഇത് നമുക്ക് വർത്ത് ബൈങ് ആണോ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ബ്ലൂ, ബ്ലാക്ക്, ഗ്രീൻ, ബീജിൻ എന്നീ 4 ഡിഫറെൻറ്റ് കളർ വേരിയൻറ്റിൽ നമുക്ക് ഈ ഒരു ഇയർബഡ്സ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. കേസ് കോമ്പാക്ട് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്യാരി ചെയ്യാനും സിമ്പിളായിട്ട് തന്നെ പോക്കറ്റിലൊക്കെ ഇട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ബിൽഡിംഗ് ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കോട് കൂടിയിട്ടാണ് ഈ ഒരു ഇയർബഡ്സ് മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നത്. ഇത് മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രാച്ച് ആവാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവായിട്ടാണ് വരുന്നത്. കേസിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് തന്നെ ഒരു LED ഇൻഡിക്കേഷനും ഇവർ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ Type C ചാർജിങ് പോർട്ടും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി കേസ് ഓപ്പൺ ആക്കുന്ന ടൈമിൽ കേസിൻ്റെ ലിഡ് ക്വാളിറ്റിയും നല്ല രീതിയിൽ തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട്. മാഗ്നറ്റിക് സപ്പോർട്ടും നല്ല രീതിയിൽ തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട്. കേസ് ടോട്ടലായിട്ട് 28 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. ഓരോ ഇയർബഡ്സും 4.2 ഗ്രാമോട് കൂടിയിട്ടാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. സ്റ്റംപ് ആൻഡ് ക്രോം ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു ഇയർബഡ്സ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻറ്റും ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ്. IPX5 റേറ്റിംഗ് ആണ് ഈ ഒരു ഇയർബഡ്സിന് ഇവർ കൊടുത്തിരിക്കുന്നത്. 40 ms ഉള്ളതുകൊണ്ട് തന്നെ ഗെയിമിംഗ് ടൈമിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു ലോ ലൈറ്റൻസി ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാഷ്വലായിട്ട് ഗെയിമിംഗ് കളിക്കുന്ന ടൈമിൽ നല്ല രീതിയിലുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ഗെയിമിംഗ് മോഡും ഇതിൽ ഇവർ കൊടുത്തിട്ടുണ്ട്. ഹൈപ്പർ സിങ്ക് ടെക്നോളജിയും 5.3 ബ്ലൂടൂത്ത് വേർഷനും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് പെയർ ടെക്നോളജി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോണ് ഒരു വട്ടം പെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കേസ് ഓപ്പൺ ആക്കുന്ന ടൈമിൽ ഓട്ടോ പെയറിങ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. കോളിങ്ങിന് വേണ്ടിയിട്ട് കോഡ് മൈക്കോട് കൂടിയിട്ടാണ് ഈ ഒരു ഇയർബഡ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ എന്തായാലും നല്ല രീതിയിലുള്ള ഒരു കോളിംഗ് ക്വാളിറ്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻഡോറിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഔട്ട്ഡോറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ വലിയ രീതിയിലുള്ള ഒരു നോയ്സ് ക്യാൻസലേഷനൊന്നും നമുക്ക് കിട്ടുന്നില്ല. 11 mm ഡ്രൈവോട് കൂടിയിട്ടാണ് ഈ ഒരു ഇയർബഡ്സ് കൊടുത്തിരിക്കുന്നത്. ഓഡിയോ വൈസ് നോക്കുന്ന ടൈമിൽ 60-70% ഒക്കെ നമ്മൾ ഓഡിയോൻ്റെ വോളിയം വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വോളിയം കിട്ടുന്നുണ്ട്. എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബേസാണ് ഇതിൽ ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബേസ് വോക്കൽസ് ഒക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ ഓഡിയോ വീഡിയോ കോളിംഗ് ക്വാളിറ്റി ഒരളവിന് ഓക്കെ ആയിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ എന്തായാലും നല്ല ഒരു ഇയർബഡ്സ് തന്നെ ആയിരിക്കും ഇത്. ഇനി ബാറ്ററിയിലേക്ക് വരുന്ന സമയത്ത് കേസ് 350 mAh ബാറ്ററിയും ഈ ഒരു ഫുൾ ചാർജിൽ നമുക്ക് അപ് ടു 40 hour വരെ ഇതിൽ പ്ലേ ടൈം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇയർബഡ്സിലേക്ക് വരുന്ന സമയത്ത് 6 to 7 hour വരെയാണ് ഇതിൻ്റെ പ്ലേ ടൈം ഇവർ കൊടുത്തിരിക്കുന്നത്. കേസ് മുഴുവനായിട്ട് ചാർജ് ആവാൻ വേണ്ടി ഏകദേശം 1.5 മണിക്കൂർ വരെ ടൈം എടുക്കുന്നുണ്ട്. കേസ് ഫുൾ ചാർജ് ആയിട്ടുണ്ടെങ്കിൽ ഇയർബഡ്സ് നമുക്ക് 4-5 ടൈംസ് വരെ ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി 899 രൂപയ്ക്ക് ഈ ഒരു ഇയർബഡ്സ് വർത്ത് ബൈങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലുക്ക്, ഡിസൈൻ, ബാറ്ററി, ഗെയിമിംഗ്, ഓഡിയോ, കോളിംഗ് ക്വാളിറ്റി ഇതൊക്കെ വെച്ച് നോക്കുന്ന ടൈമിൽ 1000 രൂപയ്ക്ക് താഴെ, അതായത് 899 രൂപയ്ക്ക് ഈ ഒരു ഇയർബഡ്സ് എന്തുകൊണ്ടും വർത്ത് ബൈങ് ആണ്. അതും നോയ്സിൻ്റെ ഒരു പ്രൊഡക്റ്റ്. ഈ ഒരു ഇയർബഡ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.